എത്ര കോടിയുണ്ടെങ്കിൽ നമ്മൾ പാപ്പരാവാതിരിക്കും? എത്ര കോടി സമ്പാദിച്ചാൽ നമ്മൾക്ക് സാമ്പത്തിക പ്രതിസന്ധി വരാതിരിക്കും? ഒരുപാട് ആളുകൾ ഉള്ളതിനോടുകൂടി തന്നെ വീണ്ടും 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 ഊണും ഉറക്കവുമില്ലാതെ ആർക്കും ഒന്നും നൽകാതെ വാരി വെട്ടിപ്പിടിച്ച് കൂട്ടുന്നതൊക്കെ എന്തൊക്കെയോ ഒന്ന് ഉറപ്പിക്കാനല്ലേ? എന്ന് പറഞ്ഞാൽ സമ്പന്നരായിരിക്കണം, തലമുറകൾ സമ്പന്നരായിരിക്കണം എന്നൊക്കെ പറയുന്ന ഒരുപാട് ലക്ഷ്യങ്ങൾ വെച്ചാണല്ലോ ഈ മനുഷ്യൻ വിഹിതവും അവിഹിതവും പിന്നെന്താണ് പറയുന്നത്, കള്ളവും ചതിയും വഞ്ചനയും ഒക്കെ ചെയ്ത് ഒരുപാടൊക്കെ സമ്പാദിക്കുന്നത്. അങ്ങനെ ഉറപ്പൊന്നുമില്ല. എത്ര കോടി ഉണ്ടായാലും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാനിരിക്കുന്നത് നമ്മൾ അനുഭവിക്കുക തന്നെ വേണം. അത് നേരും നെറിയോടെയാണ് ചെയ്തതെങ്കിൽ, അനുഭവിച്ചതെങ്കിൽ നമുക്ക് കുറ്റബോധമൊന്നും തോന്നേണ്ട കാര്യമില്ല. എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള നെറികേട് കൊണ്ടല്ല അത് സംഭവിച്ചതെന്ന് പറയാം. അല്ലെങ്കിൽ ആ കുറ്റബോധം കൂടി നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ അനുഭവിക്കുക, ആസ്വദിക്കുക എന്ന് പറയുന്ന കഥയ്ക്ക് വേദനയുടെ ചില കഥകൾ കൂടിയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. വളരെ അവിചാരിതമായി കണ്ട വീഡിയോ ആണ്. ആ വീഡിയോയിലെ കഥാനായകൻ്റെ പേര് ചിന്നക്കണ്ണൻ എന്നാണ്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് അറിയണമെന്നില്ല. എയർസെൽ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു കാലത്ത് മൊബൈൽ രംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന പേരുകളിലൊന്നായിരുന്നു എയർസെൽ. അതിൻ്റെ ഉടമയാണ് ചിന്നക്കണ്ണൻ എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പോഡ്കാസ്റ്റിൽ പങ്കെടുത്തു, ഒരു അഭിമുഖത്തിൽ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ കയറ്റിറക്കങ്ങളെക്കുറിച്ച് പറഞ്ഞൊരു കഥയുണ്ട്. അത് വളരെ പെട്ടെന്ന് ചുരുക്കി പറഞ്ഞാൽ, ചെന്നൈ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് 71 മുറികളുള്ള 524 കോടി രൂപയ്ക്ക് വിലയ്ക്ക് വാങ്ങിയ ഒരു ഫ്ലാറ്റിലാണ്, അല്ലെങ്കിൽ ബംഗ്ലാവിലാണ്, അല്ലെങ്കിൽ രാജകൊട്ടാരത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. റിയൽ എസ്റ്റേറ്റിലുള്ള കോടികൾക്ക് കയ്യും കണക്കുമില്ല. പിന്നെ അതുകൂടാതെ കാലിഫോർണിയയിൽ ഒരു ഫ്ലാറ്റും 20 ഏക്കർ സ്ഥലവും കൂടിയാണ് വാങ്ങിയത്. അവിടെ ഒരു ഹെലിപ്പാഡ് കൂടി ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളിലും 3 ഭൂഖണ്ഡങ്ങളിൽ അതുപോലെ വിലപിടിപ്പുള്ള ഈ റിയൽ എസ്റ്റേറ്റ് സ്ഥാപനങ്ങളും വീടും സ്ഥലവും ഫ്ലാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. പല രാജ്യങ്ങളിലെയും അദ്ദേഹത്തിൻ്റെ ഓണർഷിപ്പിലുള്ള പ്രോപ്പർട്ടിക്ക് ആ രാജ്യത്തെ മികച്ച പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് അവാർഡുകൾ കിട്ടിയ സംഗതി വരെയുണ്ട്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും ലക്ഷ്യവും എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഈ ലോകത്തിൻ്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും സ്വന്തമായി ഏറ്റവും മനോഹരമായ ഒരു ഫ്ലാറ്റും സ്ഥലവും സ്വന്തമാക്കുക എന്നുള്ളതാണ്. 3 ഭൂഖണ്ഡങ്ങളിൽ വരെ പുള്ളിക്ക് നടന്നു. 250 കോടിയിലേറെ രൂപയുടെ പ്രോപ്പർട്ടികൾ ഇന്ത്യക്കകത്ത് പല ഭാഗങ്ങളിലുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ചോദിക്കും, ഈ മനുഷ്യൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന്. ചുരുക്കി പറഞ്ഞാൽ 2018 അദ്ദേഹം കോടതിയിലൊരു ഹർജി കൊടുത്തു. ആ ഹർജിയുടെ പേര് പാപ്പർ ഹർജി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ തൻ്റെ കയ്യിൽ ഒന്നുമില്ല, പാപ്പരായി പ്രഖ്യാപിക്കണം. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, നമ്മുടെ വസ്ത്രം ഇങ്ങനെ ഉയർത്തി കാണിക്കൂലേ, ഒന്നുമില്ല എന്ന് കാണിക്കുന്നത് പോലെ എന്നെ പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടാണ് നീതിപീഠത്തെ സമീപിച്ചത്. പൊട്ടി തകർന്നുപോയി. ആ വലിയ ബംഗ്ലാവൊക്കെ ഇടിച്ച് നിരത്തി. കാരണം ആ ബംഗ്ലാവ് 525 കോടിക്ക് വാങ്ങിച്ചത് വാങ്ങാനൊരാൾ വേണ്ടേ. എന്നിട്ട് എന്ത് ചെയ്തു? അത് മുഴുവൻ ഇടിച്ച് നിരത്തിയിട്ട് അതെല്ലാം പ്ലോട്ടുകളാക്കി തിരിച്ച് പലർക്കായി വിറ്റു. 2 ഏക്കർ സ്ഥലം ഈ അടുത്ത സമയത്ത് പുള്ളി അതിൽ നിന്ന് തിരിച്ചു വാങ്ങി. ഒരു കൊതിക്ക്, ഒരാഗ്രഹത്തിന്. ഈ വിവിധ ഭൂഖണ്ഡങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന എല്ലാ പ്രോപ്പർട്ടികളും എല്ലാ സ്ഥലങ്ങളും വിറ്റു. തിരിച്ചു വരാൻ കഴിയുമെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ. സുപ്രീം കോടതിയിൽ ഒരു കേസുണ്ട്, അത് ജയിച്ചാൽ തിരിച്ചു വരാൻ കഴിയുമെന്നാണ് പറയുന്നത്. കഴിയട്ടെ, സന്തോഷം. നമുക്കിപ്പോൾ ഒരാൾ നശിച്ചു പോയതുകൊണ്ട് നമ്മളെന്തിനു സന്തോഷിക്കണം? പക്ഷേ നമുക്കൊക്കെയുള്ള ചില ഗുണപാഠങ്ങളുണ്ട്. ഇത്രയും സമ്പത്തും സൗകര്യങ്ങളുമുള്ള ഒരാൾക്ക് ഈ അവസ്ഥയിലെത്താൻ കേവലം 7 വർഷമോ 8 വർഷമോ വേണ്ടി വന്നുള്ളൂ. അപ്പം അത്രമേൽ ഉണ്ടാക്കി വെച്ചാലും ഇത്രമേൽ വരാൻ അത്ര ഒന്നും വേണമെന്നില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ കരുതലുള്ളവരും ശ്രദ്ധയുള്ളവരുമാവുക. ജീവിതത്തെ ഏത് സാഹചര്യങ്ങളെയും പ്രതീക്ഷിക്കുക. അങ്ങനെ ജീവിക്കുന്നതുകൊണ്ട് ഇനി അതിൻ്റെ മറ്റൊരു തലയ്ക്കലേക്ക് നമ്മൾ എത്തില്ല എന്നൊരിക്കലും വിചാരിച്ചു പോകരുത്. അങ്ങനെ ആകുന്നവരോട് എന്തെങ്കിലും അനീതിയോ അനാവശ്യമോ പ്രകടിപ്പിക്കുകയും അരുത്. അത് പറയാനാണ് ചിന്നക്കണ്ണനെ ഞാൻ പറഞ്ഞത്.